ശബരിമലയിൽ മറ്റു ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ശബരിമലയെക്കുറിച്ചും വലിയ വികസനത്തെക്കുറിച്ചൊക്കെ വാചാലമാകുമ്പോൾ ദേവസ്വം ബോർഡ് അവിടെ സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ വന്ന കുറവിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് എന്താ ഒന്നും മിണ്ടാത്തത്? കോടതി നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അവിടെ അറ്റകുറ്റപ്പണികൾക്ക് അഞ്ചുക്ക് വേണ്ടി എടുത്തുകൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന് തൂക്കം കുറഞ്ഞിരിക്കുന്നു. അതിവിടെ പോയി. അയ്യപ്പ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിൻ്റെ തിരക്കുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് എന്താ മറഞ്ഞുപോയോ? അത് കണ്ടുപിടിക്കേണ്ടല്ലേ? ദേവസ്വം ബോർഡ് എന്താ അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? ദേവസ്വം വകുപ്പ് മന്ത്രി എന്താ അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? അപ്പോൾ ശബരിമലയിൽ ഈ അവിടുത്തെ ദ്വാരപാലകനെ സംരക്ഷിക്കാൻ കഴിയാത്ത, അവിടുത്തെ സ്വർണം സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണോ ഇനി ശബരിമല വികസനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ദേവസ്വം ബോർഡിൻ്റെ കൂടി അറിവോടുകൂടിയാണ്. ഇതിലൊന്നും ഒരു തരത്തിലുള്ള ശ്രദ്ധയും ദേവസ്വം ബോർഡിനില്ല. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ഗൗനിക്കാറ് പോലുമില്ല. അതുകൊണ്ട് ശബരിമലയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാസ്ഥ അത് ഗൗരവതരമാണ്. അതിനെക്കുറിച്ച് മറുപടി പറയാൻ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പിന്തുണയുള്ളതുകൊണ്ടല്ലോ ആളുകൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്? ഒരു മന്ത്രി റോട്ടിലിറങ്ങി ആളുകളുമായിട്ട് സംവദിക്കുകയാണ്. കേരളത്തിലെ ഏത് കേന്ദ്രമന്ത്രി അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഈ സംസ്ഥാന മന്ത്രി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാർ? മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ടോ? 250 പോലീസ് ആരംഭിച്ചില്ല മുഖ്യമന്ത്രി പോകുന്നത്. സുരേഷ് ഗോപി പോകുമ്പോൾ ഒരു കലുങ്ക് സംവാദം നടത്താൻ കേരളത്തിൽ പിണറായി വിജയന് ധൈര്യമുണ്ടോ? ചോദ്യമല്ല ജനങ്ങൾ ചോദിക്കുക. ഇത് ചോദ്യം അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കും. അല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് അത് മറുപടി ഇന്ന ആളെയാണ് കാണുന്നത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം സുരേഷ് ഗോപി കൊടുക്കാൻ പറ്റും? അതിന് മറുപടി പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം ചോദിക്കാനുള്ള അവസരം സുരേഷ് ഗോപി കൊടുക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി ചെയ്യും പോലെ ഒരു കലുങ്ക് സംവാദം നടത്താൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ BJP വെല്ലുവിളിക്കുന്നു. അപ്പോഴറിയാം പിണറായി എവിടെ നിൽക്കുന്നു, സുരേഷ് ഗോപി എവിടെ നിൽക്കുന്നു.